ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 4 റെസിപ്രോക്കൽ. ഇതിൻ്റെ പാർട്ട് 2 ആണ്. പേജ് നമ്പർ 67ലെ പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. A fraction obtained by interchanging the numerator and denominator of the given fraction is called the reciprocal of the given fraction. The reciprocal of 2/3 is 3/2. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തിരിച്ചെഴുതിയാൽ കിട്ടുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. 2/3 എന്നുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതും? അത് തിരിച്ചിട്ടാൽ മതി, 3/2. If we multiply a number or a fraction by its reciprocal, we will get 1 as the result. 3/4 ഇൻറ്റു 4/3 ഈക്വൽ 1. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആ മുകളിലുള്ള 3യും താഴെയുള്ള 3യും വെട്ടിപ്പോകും, മുകളിലുള്ള 4ഉം താഴെയുള്ള 4ഉം വെട്ടിപ്പോകും. അപ്പോൾ ആൻസർ 1. ഫസ്റ്റ് പ്രോബ്ലം. 27 students of a class got A+ in maths. They form 3/4 of the entire class. How many students are there in the class? ഒരു ക്ലാസ്സിലെ 27 കുട്ടികൾക്ക് കണക്കിൽ A+ കിട്ടി. ഇവർ ക്ലാസ്സിലെ കുട്ടികളുടെ 4/3 ഭാഗമാണ്. ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ മാത്സിന് ഫുൾ A+ കിട്ടിയത് 27 കുട്ടികളാണെന്ന് തന്നിട്ടുണ്ട്. അത് ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 3/4 പാർട്ടാണ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചത് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 3/4 ഈക്വൽ 27. ടോട്ടൽ സ്റ്റുഡൻസ് ഈക്വൽ 27 ഇൻറ്റു ഈക്വലിൻ്റെ ഈ വശത്തുള്ള 3/4 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, അതായത് തിരിച്ചിടണം, 4/3. എന്നിട്ട് അതെങ്ങനെയാണ് വെട്ടിച്ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 27 ഇൻറ്റു 4/3. അപ്പോൾ 3യും മുകളിലുള്ള 27നും താഴെയുള്ള 3യും 3യുടെ ടേബിൾ വരും അല്ലേ. 1 3 is 3, മുകളിലുള്ള 27 9 ടൈംസ് 9 3s are 27. അപ്പം ഇനി മുകളിൽ 9ഉം 4ഉം ഉണ്ട് അല്ലേ. 9 ഇൻറ്റു 4 ഈക്വൽ 36. 36 ആണ് ടോട്ടൽ സ്റ്റുഡൻറ്റ്. Second question. 2/3 of a bottle was filled with ½ liter of water. How many liters of water will the bottle hold? 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു കുപ്പിയുടെ 2/3 ഭാഗം നിറഞ്ഞു. കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ കുപ്പിയുടെ 2/3 ഭാഗം നിറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തം ആ കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 2/3 പാർട്ട് ഓഫ് ദ വോളിയം ഓഫ് ദ ബോട്ടിൽ ഈക്വൽ ½ ലിറ്റർ. ആ കുപ്പിയുടെ 2/3 ഭാഗം എത്ര ലിറ്റർ വെള്ളം കൊണ്ടു? 1/2 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ കുപ്പിയുടെ മൊത്തം എത്ര ലിറ്റർ വെള്ളം ആ കുപ്പി കൊള്ളും എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം ഓഫ് ദ ബോട്ടിൽ ഇൻറ്റു 2/3 ഈക്വൽ ½ ലിറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ ബോട്ടിൽ എങ്ങനെയാണ് കാണുക? വോളിയം ഓഫ് ദ ബോട്ടിൽ ഈക്വൽ 1/2 ഇൻറ്റു ലെഫ്റ്റ് ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2/3 റൈറ്റ് സൈഡിലോട്ട് എഴുതുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, 3/2. ഇവിടെ വെട്ടിപ്പോകാനൊന്നുമില്ല. അപ്പോൾ മുകളിലുള്ള 1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ താഴെ 2 ഇൻറ്റു 2. അപ്പോൾ 1 3 is 3 ഡിവൈഡഡ് ബൈ 2 2s are എത്രയാണ്? 4. അപ്പോൾ 3/4 ലിറ്റർ. തേർഡ് ക്വസ്റ്റ്യൻ. 3/4 of a vessel hold 1.5 liters of water. What is the capacity of the vessel in liters if it is completely filled with water? ഒരു പാത്രത്തിൻ്റെ 4/3 ഭാഗം വെള്ളമെടുത്തപ്പോൾ 1.5 ലിറ്ററായി. പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും? അപ്പോൾ ഇതിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പാത്രത്തിൻ്റെ 3/4
പാർട്ട് 1.5 ലിറ്റർ വെള്ളം കൊണ്ട് നിറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ വെള്ളം കിട്ടും? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 പാർട്ട് ഓഫ് ടോട്ടൽ വോളിയം ഈക്വൽ 1.5 ലിറ്റർ അല്ലേ? ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗം 1.5 ലിറ്റർ വെള്ളം കൊണ്ട് നിറച്ചു. അങ്ങനെയാണെങ്കിൽ മൊത്തം ആ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും? അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ വോളിയം ഇൻറ്റു 3/4 ഈക്വൽ 1.5 ലിറ്റർ. ടോട്ടൽ വോളിയം ഇൻറ്റു 3/4 ഈക്വൽ, ഈ 1.5 എന്നുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? സൈഡിലുള്ള 1ഉം താഴെയുള്ള 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 2 ഈസ് 2, മുകളിലുള്ള 1 ആഡ് ചെയ്യുക, അപ്പോൾ 3/2 ലിറ്റേഴ്സ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ടോട്ടൽ വോളിയം ഈക്വൽ 3/2 അങ്ങനെ എഴുതാം. പിന്നെ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 3/4 റൈറ്റ് സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ അത് തിരിച്ചിടണം, 4/3. അപ്പോൾ 3/2 ഇൻറ്റു 4/3. ഇതിലേതൊക്കെ വെട്ടിപ്പോകും? മുകളിലുള്ള 3യും താഴെയുള്ള 3യും വെട്ടിപ്പോകും. അപ്പോൾ അവിടെ എത്രയുണ്ട്? 4ഉം താഴെ ഒരു 2ഉം, അപ്പോൾ 4/2. ഈ 4ഉം 2ഉം ഏത് ടേബിളിൽ വെട്ടിപ്പോകും? സെക്കൻഡ് 2ൻ്റെ ടേബിളിൽ വരും അല്ലേ? അപ്പോൾ 2ൻ്റെ ടേബിൾ പറയുമ്പം താഴെ 1 2 ഈസ് 2, മുകളിൽ 2 2s are 4. അപ്പോൾ 2/1 താഴെ 1 ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതില്ല, അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ 2 ആണ് ആൻസർ, 2 ലിറ്റേഴ്സ്. 2 of the 3 ribbons of the same length and half the third ribbon were placed end to end. It came to 1 meter. What is the length of a ribbon in centimeters? ഒരേ നീളമുള്ള 3 റിബണുകളിൽ 2 എണ്ണവും മൂന്നാമത്തേതിൻ്റെ പകുതിയും അറ്റത്തോടറ്റം ചേർത്ത് വെച്ചപ്പോൾ 1 മീറ്ററായി. ഒരു റിബണിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്ററാണ്? അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? 3 റിബണിൽ 2.5 റിബണുകൾ ചേർത്ത് വെച്ചപ്പോൾ അത് 1 മീറ്ററായി. അങ്ങനെയാണെങ്കിൽ ഒരു റിബണിൻ്റെ നീളമാണ് ചോദിച്ചത്. അപ്പോൾ ചേർത്ത് വെച്ചത് എത്രയാണ്? 2.5 റിബൺ. അപ്പോൾ 2.5 റിബൺ പ്ലേസ്ഡ് ടുഗദർ ഹാസ് ലെങ്ത് ഈക്വൽ 1 മീറ്റർ അല്ലേ? 2.5 റിബണുകൾ ചേർത്ത് വെച്ചപ്പോൾ എത്രയായി? 1 മീറ്റർ. ഈ 1 മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കണം. 1 മീറ്റർ ഈക്വൽ 100 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു റിബണിൻ്റെ നീളം കാണുക? 2.5 ഇൻറ്റു ലെങ്ത് ഓഫ് എ റിബൺ ഈക്വൽ 100 സെൻറ്റിമീറ്റർ. 2.5 റിബണാണ് നമ്മൾ ചേർത്ത് വെച്ചത്, ഇൻറ്റു ഒരു റിബണിൻ്റെ നീളം, അതാണ് ലെങ്ത് ഓഫ് എ റിബൺ, ഈക്വൽ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 സെൻറ്റിമീറ്റർ. ഇനി 2.5നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതെങ്ങനെയാണ്? സൈഡിലുള്ള 2ഉം താഴെയുള്ള 2ഉം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 2 2s are 4, മുകളിലുള്ള 1 ആഡ് ചെയ്യണം. 4 + 1 5. അപ്പോൾ 5 മുകളിൽ എഴുതുക, താഴെ അവിടെ എഴുതിക്കുന്ന ആ 2 തന്നെയാണ് ഇവിടെയും താഴെ എഴുതേണ്ടത്. അപ്പോൾ 5/2 ഇൻറ്റു ലെങ്ത് ഓഫ് എ റിബൺ ഈക്വൽ 100. ഇനി ലെങ്ത് ഓഫ് എ റിബൺ ഈക്വൽ 100 അങ്ങനെ എഴുതാം. ഇവിടെയുള്ള 5/2 ഈക്വലിൻ്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, 2/5. ഇനി അതിനെ വെട്ടിച്ചേണം അല്ലേ? അപ്പം മുകളിൽ എന്തുണ്ട്? 100 ഉണ്ട്, താഴെ ഒരു 5, ഇത് വെട്ടിപ്പോകും, 5ൻ്റെ ടേബിളിൽ വരും. അപ്പോൾ 5ൻ്റെ ടേബിൾ പറയുമ്പോൾ 1 5 ഈസ് 5. അപ്പോൾ 5നെ വെട്ടി 1 എഴുതാം. 100നെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, വെട്ടിച്ചേരാൻ അറിയില്ലെങ്കിൽ. അപ്പോൾ എത്ര കിട്ടും? 20. അപ്പോൾ 100 വെട്ടി അവിടെ നമുക്ക് 20 എഴുതാം. പിന്നെ മുകളിൽ എന്തൊക്കെയുണ്ട്? 20 ഉണ്ട്, ഒരു 2 ഉണ്ട് അല്ലേ? അപ്പോൾ 20 × 2 40 സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്